കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതിയ മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വയനാട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, അതായത് തീവ്ര മഴയ്ക്കുള്ള സാധ്യത. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്, വലിയ ആശ്വാസമാണ്. നാളെ മുതൽ യെല്ലോ അലേർട്ടാണ് ജില്ലയിൽ എന്തായാലും ഉള്ളത്. നമ്മൾ കെ മധുവിലേക്ക് കൂടി പോവുകയാണ്. മധു മുണ്ടക്കൈ ഭാഗത്താണുള്ളത്. മധു, അവിടെ നിന്ന് ഇന്ന് എത്ര പേരെ കണ്ടെത്തിയിട്ടുണ്ട്? മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ഇതിനകം ഞങ്ങൾ വന്നതിന് ശേഷം 7 പേരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് അങ്ങനെ ഒരു കണക്ക് പറയുന്നതിനപ്പുറത്ത് ഇപ്പോൾ ഈ വീടുകളിൽ നമുക്ക് കാണാവുന്ന ഈ ചെരിഞ്ഞു കിടക്കുന്ന വീട്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൃദയഭേദകമായ ഒരു കഥയാണ്. എന്റെ മുന്നിൽ ഞാൻ കാണുന്ന ഒരു തകർന്ന് ചെരിഞ്ഞു കിടക്കുന്ന വീട്, അതിന്റെ മേൽക്കൂര പൊളിച്ച് അകത്തേക്ക് ആളുകൾ കയറുന്ന കാര്യമാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന ജീവനോടെ ഉണ്ടായിരുന്ന നാസറിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആര്യ, ഈ പ്രദേശത്ത് വരുമ്പോൾ നമ്മളെ ശരിക്കും സങ്കടപ്പെടുത്തുന്ന ഒന്ന്, കഴിഞ്ഞ രാത്രി ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പൊട്ടി. ആദ്യ ഉരുൾപൊട്ടലിന് ശേഷം ഇവർ പലരെയും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി എങ്കിലും താഴെയാണ് എന്ന വിധത്തിലൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്ന് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് നാസറിനെ കാണുമ്പോൾ നാസറിന്റെ പിതാവ് കസേരയിൽ മരിച്ചിരിക്കുന്നു, ഒരു സഹോദരൻ നിലത്ത് കിടക്കുന്നു, തൊട്ട് താഴെ മറ്റൊരാൾ മരിച്ചിരിക്കുന്നു, ഒരു ബന്ധു, മൂന്നാമതൊരു ബന്ധുവും മരിച്ചിരിക്കുന്നു. അങ്ങനെ 3 പേർ മരിച്ചിരിക്കുന്നു. അത് കൂടാതെ ഇദ്ദേഹം എണീക്കാനാവാതെ ഒരു കസേരയിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്റെ മുന്നിൽ ആ വീട് ഇപ്പോൾ കാണാം. ആ വീടുകളിലാണ് ഇപ്പോൾ, ആ വീട്ടിലാണ് ഇപ്പോൾ അവിടെ ഉണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ആര്യ. 12 മണിക്കൂർ 3 മൃതദേഹങ്ങൾക്കരികിൽ കൂനിക്കൂടി ഇരിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ. ഇതുപോലുള്ള ഇവിടെ നിന്ന് ആര് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നിരർത്ഥകമാവുന്നത് അവിടെയാണ്. ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇതിന്റെ വേദനകൾ ഇനി ജീവിതകാലം മുഴുവൻ ഇവർ അനുഭവിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സങ്കടം. ഈ ഒറ്റ ദിവസം ഇതിനപ്പുറത്ത് നേരത്തെ നമ്മൾ പളനിസ്വാമിയുടെ വീട്ടിൽ നിന്ന് രേഖകളൊക്കെ പുറത്തെടുക്കുന്നതൊക്കെ കണ്ടിരുന്നു. പക്ഷെ പളനിസ്വാമിയും കുടുംബവും നിലമ്പൂരിലായിരുന്നു. അതുകൊണ്ട് അവർ എന്തായാലും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടുത്തെ പഴയ വാർഡ് അംഗം പറഞ്ഞത്. പക്ഷെ അതോടൊപ്പം മറ്റു വീടുകളിൽ ഇതിന് നേരെ മുകളിൽ ഒരു ക്വാറി നേരത്തെ പ്രവർത്തിച്ചിരുന്നു. ആ ക്വാറി പ്രവർത്തിക്കുന്നത് അപകടകരമാണ് എന്ന് പറഞ്ഞ ആ ക്വാറിക്കെതിരെ കേസ് കൊടുത്തൊരു കുടുംബമുണ്ട്, ക്വാറിയോട് ചേർന്നുണ്ടായിരുന്നേ. ആ കുടുംബം പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ ഒഴിച്ചുപോയി. ഇപ്പോൾ ഞാൻ എന്റെ വലതുഭാഗത്ത് കാണുമ്പോൾ എനിക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ഇരുനില വീടിന്റെ മുകളിലെ നില പൂർണ്ണമായും ഒലിച്ചുപോയി. അതിന്റെ താഴെ നില മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പറയാനാവില്ല. കാരണം 2 പൊക്കത്തിൽ മണ്ണ് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ജനവാസത്തിന്റെ ഒരു സൂചന പോലും അവശേഷിപ്പിക്കാതെ ഒരു പ്രളയം കുത്തിയൊലിച്ചു പോയപ്പോൾ ഉരുൾപൊട്ടി മണ്ണ് മറ്റൊരു ചെളിപ്പുഴയായി കടന്നുപോയതിന്റെ പിന്നാലെ ആ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നേരത്തെ ഒരു വെളുത്ത വീട് നമുക്ക് അപ്പുറത്ത് കാണാമായിരുന്നു. സുദേവൻ എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. സുദേവനും ആദ്യത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ സേഫാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളാണ്. പക്ഷെ രണ്ടാമത്തെ വലിയ പൊട്ടലിന് ശേഷം ഈ കുടുംബത്തിൽ നിന്ന് ആരെക്കുറിച്ചും ഒരു വിവരവുമില്ല. കാരണം പലയിടത്തായാണ് ഇവിടെ തിരച്ചിൽ. ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ CSI ട്രിനിറ്റി ചർച്ചിന്റെ, മുണ്ടക്കൈയിലെ CSI ട്രിനിറ്റി ചർച്ചിന്റെ മുറ്റത്താണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ഇതിന് തൊട്ട് താഴെയാണ് മറ്റൊരു മോസ്കും ഉണ്ടായിരുന്നു. ആ മോസ്കിലെ പുരോഹിതൻ താമസിച്ചിരുന്ന ആ മുറി അപ്പാടെ കുത്തിയൊലിച്ചു പോയി. മോസ്കിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കല്ല, ആദ്യഘട്ടത്തിലെ ആ മുറിയിലേക്കാണ്. ആ മനുഷ്യജീവൻ കവർന്നെടുക്കുക എന്ന പ്രകൃതിയുടെ വലിയൊരു രൗദ്രഭാവത്തിന് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്ന അവസ്ഥ, ആ വിധത്തിലാണ് കടന്നുപോയത്. ഈ ചർച്ച് അല്പം ഉയർന്ന സ്ഥലത്താണ്. പക്ഷെ ഇതിനു മുന്നിൽ അങ്ങാടിയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ സുദേവന്റെ വീട്ടിൽ അതാണ് സുദേവന്റെ വീട്ടിൽ 2 പേർ, സുദേവനും കുടുംബവും ഉണ്ടായിരുന്നു.